ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ കൊറമംഗല എന്ന് പറഞ്ഞ ഏരിയയിലാണ്. നമ്മളിൽ കൂടുതൽ ആൾക്കാർക്കും ബാംഗ്ലൂർ വരുന്ന എന്തിനാന്ന് വെച്ചാൽ പബ്ബ്, ഡാൻസിങ് പബ്ബ്, പാർട്ടി, അങ്ങനത്തെ നല്ല നല്ല സ്ട്രീറ്റുകൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് എല്ലാവരും വരല്. അപ്പോൾ ഈ ബാംഗ്ലൂരിനെ കുറിച്ചുള്ള ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ കാണൽ ശരിക്കും കൊറമംഗല എന്നുള്ള വീഡിയോസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ആദ്യമായിട്ട് ഒരാൾ കൊറമംഗല പബ്ബിലേക്ക് പോവുകയാണെങ്കിൽ നേരെ കൊറമംഗല മാപ്പ് അടിച്ചിട്ടാവും പോവുക. കാരണം ഞാൻ എൻ്റെ ചെങ്ങായിമാരും പോയപ്പോൾ അങ്ങനെ ഇനി നേരെ കൊറമംഗല മാപ്പ് അടിച്ച് പോയി കൊറമംഗല എത്തിയപ്പോൾ അവിടെ ഒരു മനുഷ്യനും ഇല്ല. അപ്പോഴാണ് എന്നോട് അവിടുന്ന് ഒരു മലയാളി പറഞ്ഞത് കൊറമംഗല 5th ബ്ലോക്ക് എന്ന് അടിക്കണം, അവിടെയാണ് ഈ പബ്ബ് ഏരിയകളൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഡ്രങ്കൻ ഡാഡി എന്നൊക്കെ അടിച്ചാൽ മതി. കാരണം അത് അവിടെ ഉള്ള ഒരു മെയിൻ പബ്ബിൻ്റെ പേരാണ്. ഞങ്ങളൊക്കെ കയറിയ പബ്ബിൻ്റെ പേരാണ് ഡ്രങ്കൻ ഡാഡി. അത് അടിച്ചാണ് നേരെ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ട്രീറ്റിലേക്ക് എത്തും. ആ സ്ട്രീറ്റ് ഞങ്ങളിപ്പോൾ കാണുന്ന ഈ സ്ട്രീറ്റാണ്. അവിടെ ഫുള്ള് നേരെ ഒരു സ്ട്രീറ്റ് ഫുള്ള് പബ്ബുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടോ. ഞാൻ ഒരുപാട് തവണ കൊറമംഗലേക്ക് പോയിണ്. ഫസ്റ്റ് വട്ടം പോയെന്ന് ഭയങ്കര സീസണാണ്, ന്യൂ ഇയർ ടൈമിന്. ആ ടൈമിൽ പബ്ബ് കയറണമെങ്കിൽ 2000, 1500, 3000 ഒക്കെ വേണം. പക്ഷെ കപ്പിൾസിന് എന്നും ഫ്രീ ആട്ടാ. നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പോയെന്ന് പബ്ബ് കയറൽ എങ്ങനെയാ വെച്ചാൽ കുറച്ച് നേപ്പാളി പെൺകുട്ടികളോട് ചോദിക്കുക എന്താണ് ഇവിടെ പബ്ബിൽ കയറാൻ വേണ്ടി ഇങ്ങനെ കപ്പിളായിട്ട് നിൽക്കുമോ, അപ്പോൾ ഒരു സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പിളായിട്ട് കയറാം. ഇനി അങ്ങനെയല്ല, കപ്പിൾസ് വർത്താനം പറഞ്ഞ് ഹിന്ദി, ഉറുദു, ഹിന്ദി ഒന്നും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, ആകെ മലയാളം മാത്രം അറിയുള്ളെങ്കിൽ പൈസ എടുത്ത് കയറാം. അല്ലെ കഴിവില്ലാത്തവർ പിന്നെ പൈസ എടുത്ത് കയറാം, വേറെ ഓപ്ഷൻ ഇല്ല. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കൊറമംഗല വന്നത് വലിയ സീസൺ അല്ലാത്ത ടൈമാട്ടാ. ആ ടൈമിൽ ഞങ്ങൾ 300 റുപ്യ ഒരാൾ, അത് ഒരു ഇങ്ങനെ ഓരോ റേറ്റ് പറയും, 1000, 500, 300 എന്നൊക്കെ പറയും. അപ്പം ഞങ്ങളോട് പറഞ്ഞു 500 അങ്ങനെ അതും ഓരോട് കുറപ്പിച്ചാൽ തന്നെ ഒരു 300 ആവും. പിന്നെ അവിടെ ഫുള്ള് മലയാളീസ് ഉണ്ട് കേട്ടോ. മലയാളീസ് കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് വരുന്നതുകൊണ്ട് നല്ല ഡീൽ ചെയ്യാൻ വേണ്ടി നല്ല നല്ല ചെക്കന്മാരുണ്ടാവും. ഈ അവിടെ കോളേജിൽ പഠിക്കുന്ന ചെക്കന്മാർ പാർട്ട് ടൈമൊക്കെ ആയിട്ട് ജോലി ചെയ്യാമെന്നാണ് തോന്നണത്. അപ്പോൾ ഓലെന്നെ ആവും മിക്കവാറും ഒക്കെ കുറച്ചെല്ലാം കാര്യങ്ങളൊക്കെ. ഏതായാലും കൊറമംഗല ഒരു അടിപൊളി ഏരിയയാണ്. കൊറമംഗല സ്ട്രീറ്റ് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ബാംഗ്ലൂരിന് ഒരു ഏകദേശം മുഖച്ചായം കിട്ടും. കാരണം എന്താ വെച്ചാൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ ഏരിയൻ്റെ ഫോട്ടോസാണ് നമ്മൾ കാണുക. നമ്മൾ എപ്പോഴും ബാംഗ്ലൂരിനെ കുറിച്ച് പറയുമ്പോഴുള്ള ഈ ഇൻ്റർനെറ്റിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഓരോ ഫോട്ടോ ഉണ്ടാവും, അതാവും നമുക്ക് കറക്റ്റ് അവിടെ കാണാൻ കഴിയും. നല്ല നാക്ക് ഏരിയ കേട്ടോ. കാരണം കുറേ കപ്പിൾസായിട്ടും കുറേ ഫ്രണ്ട്സായിട്ടും കുറേ ആൾക്കാർ അവിടെ പബ്ബിൽ പോണ്, നല്ല നാക്ക് പരിപാടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ നേപ്പാളി പെൺകുട്ടികളാണ് ഈ പബ്ബിൻ്റെ ക്യാഷ് വാങ്ങുക അങ്ങനത്തെ ഓരോ പ്രൊസീജിയറിന് നിർത്തിയത്. കാരണം ഓരോരു ബ്യൂട്ടിക്ക് നിർത്താണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഓരോ പരസ്യം ഉണ്ടാവില്ല, ഡ്രസ്സിൻ്റെ പരസ്യം, അതിനൊക്കെ ഇതിൻ്റെ പെണ്ണുങ്ങളെടുത്തണ് ഇന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും എനിക്ക് കയറൂല അറിയാം. അതാണ് നല്ല നല്ല രസമുള്ള നേപ്പാളി പെൺകുട്ടികളുണ്ടാവും. വെസ്റ്റ് ബംഗാൾ, നേപ്പാൾ, ആ ഏരിയയിലുള്ള ആസാം, അങ്ങനത്തെ പോലെയാണ് അവിടെ കൂടുതലും ഉണ്ടാവുക. പിന്നെ ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പബ്ബിൽ കയറണമെങ്കിൽ 21 വയസ്സാണോ, ആധാർ കാർഡ് എടുക്കണം, അങ്ങനെയൊക്കെ വേണമെന്ന്. പക്ഷെ ശരിക്കാവുന്നില്ല കേട്ടോ. ഞങ്ങൾ നേരെ പോയി ID കാർഡ് ഉണ്ടോ ചോദിച്ചാൽ ആന്ന് പറഞ്ഞ്. അത് നമുക്ക് ഫോണിലൊക്കെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ ഓല് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മളെ കൈമേൽ ഒരു സീലൊക്കെ അടിക്കും. വെറുതെ ഇനി പുറത്തേക്ക് പോയാലും ഉള്ളിലേക്ക് കയറാൻ ആ സീല് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോകാനൊക്കെ കഴിയും. അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ ആയിട്ട് ഈ ഏരിയക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം എപ്പോഴാണ് വെച്ചാൽ വെള്ളി, ശനി, ഞായറാട്ടെ. ഇതേമാതിരി വീക്കെൻഡ് ഏരിയ ആയതുകൊണ്ട്, കാരണം എല്ലാവർക്കും ഫ്രീ ആണ്. ആ സമയത്താണ് എല്ലാവരും പബ്ബിലേക്ക് വരിക. ബാക്കിയുള്ള ദിവസം പോയി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളി, ശനി, ഞായറിൻ്റെ അത്ര വൈബ് കിട്ടൂല. കാരണം വെള്ളി, ശനി, ഞായർ ആയതുകൊണ്ട് ഒരുപാട് മ്യൂസീഷ്യൻസ് അങ്ങനെ ഓരോ പബ്ബിലും ഓരോ പരിപാടി നടത്താൻ വേണ്ടി നല്ല നല്ല ഫേമസ് ആയ ചെക്കന്മാർ, വയലിനിസ്റ്റുകൾ, അങ്ങനെ ഓരോരുത്തർ വരും. ഡാൻസിൻ്റെ ആയിട്ട് ഓരോ ടീം വരും, ഓരോ ബാൻഡ് ടീം വരും. അങ്ങനത്തെ ഓരോരുത്തർ വരുന്നതുകൊണ്ട് ഈ വീക്കെൻഡിന് പോയാലാണ് നമുക്ക് നല്ല മുതലാകുക, പോയത് മുതലാവും. പിന്നെ നമുക്കിപ്പോൾ പബ്ബിൽ കയറണമെങ്കിൽ ചിലയിടത്ത് 500, ചിലയിടത്ത് 1000, ചിലയിടത്ത് 300 ഒക്കെ ഉണ്ടാവും. ആ 300, 500, 1000 ഒക്കെ എന്തിനാ വെച്ചാൽ പബ്ബിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഡ്രിങ്ക്സ്, സാധനങ്ങളൊക്കെ കഴിക്കാനാണ്. ബീറൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ബീറ് കുടിക്കാത്ത ആൾക്കാരുണ്ടാവും നമ്മളെ പോലത്തെ, ഒരു സാധാ പെപ്സി അല്ലെങ്കിൽ പിസ്സ, അങ്ങനത്തെ ഓരോ ഫുഡ്, ചിക്കൻ്റെ ഐറ്റംസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അല്ലാതെ ബീർ മാത്രം കുടിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് നോക്കിയാണെങ്കിൽ ഞാൻ കൊറമംഗലയിൽ കൂടെ ഇങ്ങനെ എൻ്റെ സ്റ്റിക്കൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാട്ടാ. അപ്പോൾ അത് അവിടെ നേപ്പാളി കുട്ടി നിൽക്കണത്, അത് പേടിപ്പിക്കണ നോക്കിയാണ്. ക്യാമറൻ്റെ മുമ്പ് കയ്യൊക്കെ നീട്ടിയാണ്ട്. പക്ഷെ ഞാൻ അറ്റിങ്ങളെ ഈ ചിരിക്കിനുണ്ടാണ് ഞാൻ തിരിച്ച് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേ അതിൻ്റെ അപ്പുറത്തൊരു കറുത്ത എങ്ങായി നിൽക്കുന്നുണ്ട്. അറ്റിങ്ങളെ ഓണറാവുന്നുണ്ട്, ഈ ഇതിൻ്റെ ഓണ്ട് വീഡിയോ ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഇറ്റിങ്ങൾ ആദ്യം വന്നാണ് ക്യാമറയിൽ പേടിപ്പിക്കാൻ വന്നതല്ലേ, പിന്നെ എൻ്റെ അടുത്ത് അത് തെറ്റെന്നൊക്കെ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ കുറച്ച് നേപ്പാളി കുട്ടികളെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി. ഇറ്റിങ്ങൾ
നല്ല രസമായിട്ട് നിങ്ങൾ ഇവിടെ നിന്നാണ്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. ഓരോരുത്തരെ ഈ പബ്ബിൻ്റെ മുമ്പിൽ നിന്നാണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും. പിന്നെ അതേമാതിരി ഈ ക്യാഷ്യറിൽ ഇറ്റിങ്ങളാണ് നിൽക്കുക. അറ്റിങ്ങളെ ഓരോ ഡാൻസ്, അറ്റിങ്ങളെ ചിരി കളിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ഈ പെണ്ണ് ഡാൻസ് കളിക്കണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന ആളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, നിന്നെയാണോ എന്ന് ശരിക്കും ഇങ്ങനെ നോക്കുക. ഇവർ ഇതേമാതിരി സ്ട്രീറ്റിൽ നിന്നാണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യും, നമ്മളെ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മളെ ഇങ്ങനെ എന്താണ് പബ്ബിക്ക് കൊണ്ടുവരാനുള്ള ഒരു നാക്കും കൂടി ആട്ടാ. അതിനു വേണ്ടി ഇവരെ പൈസ കൊടുത്തുകൊണ്ട് ഈ പബ്ബിൻ്റെ ആൾക്കാർ അവിടെ ഇങ്ങനെ നിർത്തണതാണ്. ഓരല്ലേ ഇപ്പോൾ നമ്മളപ്പോൾ ഡാൻസ് ഒക്കെ കളിച്ച് ഇതേമാതിരി ചിരിച്ച് കളിച്ച് മെല്ലെ പബ്ബിക്ക് കയറ്റുക. അതിനാണ് ഇറ്റിങ്ങളവിടെ നിർത്തണത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും പബ്ബ് കയറി. പബ്ബിൻ്റെ ഉള്ളൊക്കെ നല്ല അടിപൊളി ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കയറി കുറച്ചു നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗുണ്ട കയറി വന്നിട്ടാ. ഒരു വെള്ള ഷർട്ടും വെള്ള പാൻറ്റും നമ്മളെ ആവേശം സ്റ്റൈലുള്ള ഒരു ഗുണ്ട, നല്ല ചെയിനൊക്കെ ഇട്ടിട്ട് നല്ല അതിൻ്റെ കുറേ അമ്പാനുണ്ട് കേട്ടോ, കുറേ ഉണ്ട് കുറേ. അതേമാതിരി ഓരോരുത്തർ വേർപ്പ് തോത്തി കൊടുക്കണ്, അത് അങ്ങനെ ഓരോ ഭയങ്കരമായിട്ട് നല്ല സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെങ്ങായി വന്നാണ്ട് നല്ല ഡാൻസ് ഇട്ടാ, ബ്രേക്ക് ഡാൻസ് ആൾ കളിക്കണുള്ളൂ, കൈകൊണ്ട് ഇങ്ങനെ 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 ആക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിച്ച് ഓൻ കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാട്ടുന്നുണ്ട്. ഓൻ്റെ ഒരു ഒക്കെ ഉണ്ട് ഓൻ്റെ കൂടെ ഉള്ള ഒരു ചെങ്ങായി. ആ ചെങ്ങായി ഇങ്ങനെ ഓരോന്ന് ചോദിക്കണ്ടേ ഏത് പെണ്ണാണ് വേണ്ടിയെന്ന്. അപ്പോൾ ഓന് കണ്ണുകൊണ്ട് ഒരു പെണ്ണിനെ സെലക്ട് ചെയ്ത് അങ്ങനെ ആ പെണ്ണിനോട് പോയി ചോദിച്ച് റൈറ്റ് പറഞ്ഞ്, എന്നിട്ട് അപ്പം എന്തോ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് വാച്ച് നല്ല മോതിരമൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ആ പെണ്ണിൻ്റെ ഒപ്പം ഇങ്ങനെ കുറേ നേരം ഡാൻസ് കളിച്ച്. എനിക്ക് തോന്നുന്നത് ആ കുട്ടി എന്തോ കോളേജിലൂടെ പഠിക്കുകയാണ്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പെണ്ണിനായിട്ട് മെല്ലെ കാറിലൊക്കെ കയറ്റി കൊണ്ടുപോയി. ഏതായാലും ലൈഫ് നേരെ വരിക, പൈസ ഉള്ളവർക്ക് പിന്നെ ഒക്കെ നടക്കുമല്ലോ. പിന്നെ ഈ ഡാൻസ് കളിക്കുന്ന ചെങ്ങായി ഉണ്ടാ, ഇവന് ആ ഗുണ്ടൻ്റെ ഒപ്പം വന്ന ഒരു പിയാണ്. അയാളാണ് ഈ വേർപ്പ് തുടച്ചു കൊടുക്കുക, അയാൾ ഓരോ ആവശ്യങ്ങൾ നിറവേറ്റുക. ഇയാൾ ഡാൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ഇതെന്താ അവസ്മാരം പിടിച്ചായിരുന്ന കളി, ഏതാ കളി. പാൻറ്റൊക്കെ ഇങ്ങോട്ട് അവസാനം ആയപ്പോൾ അഴിഞ്ഞിട്ട് ഇതൊന്നും ഇട്ടില്ല, ആൾ ചെട്ടിയൊന്നും ഇട്ടില്ല, പാൻറ്റൊക്കെ അഴിഞ്ഞിട്ട് അടിയിലെത്തിയാണ്. എന്നിട്ട് ലാസ്റ്റാ ബോസ് അറിയണത്. പിന്നെ ഈ പെൺകുട്ടി അവിടെ പബ്ബിൽ ഒരു ക്യാഷ് കൊടുത്ത് നിർത്തി വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും ഇപ്പം വന്നാണ്ട് നല്ല ഡാൻസ് ഒക്കെ കളിക്കൂട്ടാ. നമ്മളിപ്പോൾ വന്നൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് നമ്മളെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് കളിക്കാന്ന്. പക്ഷേ പബ്ബ് കണ്ട് കഴിഞ്ഞ് നോക്കണ്ടേ, മുഖത്തേക്ക് തന്നെ നോക്കൂല, മൈൻഡ് തന്നെ ചെയ്യൂല, അത്രക്കും ഇതാണ്. അപ്പോഴാണ് മനസ്സിലായത് ഓരവിടെ പൈസ കൊടുത്താണ്ട് ഏൽപ്പിച്ചാണ് ഈ പബ്ബിൽ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇങ്ങനെ നൈസാക്കാൻ വേണ്ടിയിട്ട് ഓരോ കൂടെ ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇങ്ങനെ ഒക്കെ അടിപൊളിയാക്കാനായിട്ട് അവിടെ നിർത്തിയ ആൾക്കാരാണ്. ശരിക്കും നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ടല്ലേ വിചാരിക്കുള്ളൂ. കാരണം ഒരാൾ നമ്മളിങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ നമ്മളൊപ്പരൊക്കെ വന്നാണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരു ബാക്കിയുള്ളവരൊപ്പം കളിക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊപ്പം ഇങ്ങനെ കൂടുതൽ കളിക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഓ എൻ്റെ ഫാനായി. പിന്നെ ഈ ചെണ്ടൊട്ടിന് എങ്ങനെ ഭയങ്കര നൈസാട്ടാ. അവൻ്റെ ഈ കൊട്ട് നല്ല അടിപൊളിയാണ്. ഇവന് ചെണ്ട ഇങ്ങനെ ഓരോരുത്തരെ എടുത്ത് വന്ന് കൊട്ടുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ 500 100 200 ആയിട്ട് ഇട്ട് കൊടുക്കും. ആ ഗുണ്ട വന്ന ടൈമിൽ ഇവൻ നല്ല നാക്ക് കൊട്ടിനി. അങ്ങനെ ആ ഗുണ്ടൻ്റെ അടുത്ത് വന്നാണ്ട് ഇങ്ങനെ കൊട്ടിയപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഇങ്ങനെ നോക്കും ആ പെണ്ണിൻ്റെ ഒപ്പം ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നല്ല 500-ൻ്റെ 5-6 കെട്ടൊക്കെ ഇട്ട് കൊടുത്തിന്, നല്ല പൈസ ഇട്ടിട്ടുണ്ടാവും. ഇവൻ്റെ ഈ കൊട്ടിൻ്റെ പവർ കൊണ്ട് പാട്ടിനനുസരിച്ച് ഇവനിങ്ങനെ ചെണ്ടൊട്ടുമ്പോൾ എല്ലാവരും അതിനെ താളത്തിൽ ഡാൻസ് ചെയ്യും ഒരേ സ്റ്റെപ്പിൽ. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. മേലെ നല്ല വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ പബ്ബിൽ നിന്ന് ഇറങ്ങി ഒരു 1 മണി 2 മണിയൊക്കെ ആയിരുന്നു പബ്ബ് കഴിയുമ്പോൾ. പിന്നെ അവിടെ ഫുള്ള് പോലീസുകാരാവും, പായേണ്ടി വരും. ഓരോരുത്തർ വായിത്തല പാഞ്ഞൊക്കെ തല്ലു പോലീസുകാർ. എനിക്ക് കുണ്ടിക്കൊക്കെ ഒരു അടിയൊക്കെ കിട്ടീനി, ഒരു വടിയേറ്റ്. കാരണം നമ്മൾ പിന്നെ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി പോയി അയച്ചിട്ട് അറ്റിങ്ങൾ ഇങ്ങനെ വടി കൊണ്ടൊക്കെ നല്ല കിട്ടും. അപ്പോൾ പിന്നെ പാഞ്ഞ് വണ്ടി എടുത്ത് ഓടുക, അതന്നെ വേറെ വയ്യ. അപ്പോൾ ഏതായാലും ഞാൻ ചർച്ച് സ്ട്രീറ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കോർമംഗലിൻ്റെ വീഡിയോ ഞാൻ അതിന് ശേഷം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. കാരണം കോർമംഗല പോകുമ്പോൾ എന്തായാലും ഈ സ്ഥലം എന്തായാലും ഓർത്തെക്കണം. കോർമംഗലയിൽ 5th ബിയിലാണ് ഈ പബ് ഏരിയ ഉള്ളത്. അല്ലെങ്കിൽ ഡ്രങ്ക് ആൻഡ് ഡാഡി എന്ന് പറഞ്ഞിട്ട് മാപ്പിൽ അടിക്കുക, അവിടുത്തെ ഫസ്റ്റത്തെ പബ്ബാണ് ഡ്രങ്ക് ആൻഡ് ഡാഡി. അപ്പോൾ നേരെ ആ സ്ട്രീറ്റിൻ്റെ മുന്നിലായിട്ട് നമ്മളെത്തും. അപ്പോൾ ഓക്കെ, ശരി.